വിധികൾ കെട്ടിയിരിക്കുന്നു. 1000 പൊൻപണം കെട്ടിവെച്ച് ഒരു കയ്യാങ്കളിക്ക് തയ്യാറുണ്ടോ? കെട്ടിവെക്കുന്നതിന് 4 ഇരട്ടി ജയിക്കുന്ന ആളിന് കിട്ടും. ചൈതുവിന് ഒരു കൈ നോക്കരുതോ? നോക്കാമായിരുന്നു. വാള് തരട്ടെ. കൈ മതി. വല്ലവന് പുല്ലുമായി. ഇന്നത്തെ ശകുനം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. തിരുവടി എന്ത് പറയുന്നു? എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ മേലെല്ലാം വേദന എടുക്കുന്നു. 2000 പണം കെട്ടിവെക്കും, ഞാൻ തയ്യാർ. നോക്കി 5 തിരികളും ഒന്നൊന്നായി അണഞ്ഞു കഴിഞ്ഞു. 6ാമത്തെ അറവാദിക്കൽ അവർ എത്തിയിരിക്കുന്നു. 3 അറവാതിൽ പോലും ജയിച്ചു കടന്നുവരില്ല. നിലവറയിലെ നാഗത്താൻ കാക്കും മാണിക്യത്തിന്റെ അവകാശികൾ എത്തിയെന്ന് ഞാൻ ഇന്നലെ കിനാവ് കണ്ടു. അമ്മാവനുള്ള കാലം വരെ പൊന്നാവരം കോട്ടയ്ക്ക് കോട്ടമില്ല. വരുന്നവർ സാമാന്യരല്ല. അവർ കോട്ടയ്ക്കകത്ത് കടന്നപ്പോഴേ അത് കണ്ടറിഞ്ഞു. ഇവിടുന്ന് ഇരട്ടിയും ഇരട്ടിയും പണം നേടിയെടുത്തവരെ എങ്ങനെയും മയക്കണം. അമ്മാവന്റെ അനുഗ്രഹം മതി. ചെല്ലി 6ാം അറവാതുക്കൽ വെച്ചവരെ സ്വീകരിക്കും. നെയ്യും മനസ്സും മറന്ന് നൃത്തശാലയിൽ അവർ ഇരിക്കട്ടെ. മാളുവിനെയും ഒപ്പം കൂട്ടിക്കോളും. അവൾ അതിന് തയ്യാറില്ലെങ്കിൽ മാളുവിനോട് പറഞ്ഞു വേണം അറിയിക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ ചെന്നോളി. മാളുവിനെ ഞാൻ പറഞ്ഞയച്ചോളാം. വളവന്നൂരച്ഛൻ ഉത്തരവ്. നമ്മുടെ കോട്ടയിലെത്തി പോര് നടത്തി ജയിച്ച് കൊടിയും കുത്തി വരണ കൂട്ടരെ കുറിച്ച് കേട്ടറിഞ്ഞോ? അറിഞ്ഞു. നാളെ നൃത്തഗാന മത്സരങ്ങൾക്കായി അവരിവിടെ എത്തുന്നു. വരട്ടെ.
പൊന്നാവരൻ കോട്ടയിലെ നൃത്തവേദിയിൽ കാലുകുത്തി നിന്ന് നടനമാടാൻ കെൽപ്പുള്ളവർ വരട്ടെ. കൊള്ളാം കുളവന്നൂരച്ഛൻ, നമുക്ക് സന്തോഷമായി. പക്ഷേ നമ്മുടെ പാദമെങ്ങാനും ഒന്ന് പതറിപ്പോയാൽ തേയും മാളും ഉൾപ്പെടെ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അങ്ങ് ധൈര്യമായിരിക്കും. കുട്ടിയോളെ, നൃത്തശാലയിലെ പാട്ടും കൂത്തും കണ്ട് പൂർണ്ണമായും ജയിച്ചുവെന്ന് നിങ്ങൾ അഹങ്കരിക്കണ്ട. നാളെ നമ്മോടൊത്ത് പകടകരിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരേ. ചേട്ടനെന്താ ഇത്രയേറെ ആലോചിക്കുന്നത്? നിനക്ക് പറഞ്ഞാലുണ്ടോ മനസ്സിലാവുന്നു? നമുക്ക് ആപത്തണയും മുമ്പ് കന്യയെ കൊല്ലണം, എന്നിട്ട് വേണം പാലുരത്തി അവളുടെ കൂടപ്രതി ബാലയെ വകവരുത്താൻ. അമ്മ പറഞ്ഞത് ചേട്ടൻ ഓർക്കുന്നില്ല. കുറ്റം ആര് ചെയ്താലും കുറ്റമാണ്. തെറ്റ് ചെയ്തത് നമ്മുടെ അച്ഛനാണ്. നീ കറുവഞ്ചേരിക്കുറിപ്പിന്റെ മകനാണോടാ? അവളെ കൊന്നിട്ട് വേണം കോട്ടയ്ക്കുള്ളിൽ ചൂതിനിരിക്കാൻ. ഉലയ്ക്കും കൊള്ളർതായ്മയ്ക്കുമല്ല അമ്മ കെട്ടുതാലി വെച്ച് തന്നത്. പോകുന്ന ലക്ഷ്യം മറക്കരുത്. പൊന്നാപുരം പിടിച്ചെടുക്കാൻ ഇവർ കൂടി ഇരുന്നോട്ടെ. ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. അവരുടെ കൂടാരത്തിൽ നാം കൂടെ താമസം തുടങ്ങിയത് നമ്മെ സംശയിക്കാതിരിക്കാനും പ്രതികാരത്തിന് പഴുതുണ്ടാക്കാനും വേണ്ടിയാണ്. ഞാൻ ചിലത് കണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോളി. ബാലേ, അറിഞ്ഞും കണ്ടും അടുത്താൽ മതി. അവരുടെ കൂടെ കൂടാരത്തിൽ കൂടിക്കൊള്ളാൻ ഞാൻ മൂളിയത് കൂടുതൽ കുരുക്കിൽ വീഴാനല്ല, അത് തന്നെത്താൻ ഓർത്താൽ മതി. കന്നിക്കെപ്പോഴും കാക്കക്കണ്ണും കരിനോട്ടവും തന്നെയാണ്. കോട്ട പിടിക്കാനും കേളുമൂപ്പനെ നേരിടാനും വഴി നോക്കി. ആരറിഞ്ഞു കോട്ട പിടിക്കാൻ നമുക്ക് അവരുടെ സഹായം വേണ്ടിവരില്ലെന്ന്? ശപഥങ്ങൾ ഓരോന്നും മറക്കാതിരുന്നാൽ നന്ന്. ഞാൻ മറക്കില്ല കന്നി. അവിടെ കണ്ണനും നമ്പിയുമല്ല, കന്നി പോലും എനിക്ക് കാര്യമല്ല. എന്റെ പുരുഷൻ കേമനാണേ. പകിട 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 പന്ത്രണ്ട് പന്ത്രണ്ട് 3000. ഇരിക്കണം കുറിപ്പുന്നവരെ. തോൽവിയല്ലേ ജയത്തിലേക്കുള്ള തേര് തെളിക്കുക. ഇരിക്കൂ, അടുത്ത കളി ജയിച്ചു. വേണ്ട, തോറ്റെങ്ങാനും പോയാൽ എന്റെ കയ്യിൽ തരാൻ പണമില്ല. ഉയിര് പണയം വെച്ചാലും ഉസിരി വിടരുത്. നാളെയാവാൻ കളി. നാളെ ഇളയരാജാവിന്റെ ഊഴമാണ്. എന്നാൽ അതിന്റെ അടുത്ത് നാൾ വരാം. നോക്കാം. നീ ഇന്നും നിന്റെ നേരം അവരെ സഹായിച്ചില്ല. നാളെ പകിടെറിയാൻ വരണത് ഇളയരാജാവാണ്. അപ്പോ തേയോടൊപ്പം നീ ഉണ്ടാവണം. കൽപ്പിക്കുന്നത് കേൾക്കാണ് നല്ലത്. എനിക്ക് വയ്യമ്മാവ, വയ്യ. ഞാൻ എത്ര കുറി പറഞ്ഞു കഴിഞ്ഞു. ഇക്കാണായ കളിക്കും ചതിക്കും കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ നിൽക്കില്ല.